ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നമ്മുടെ തലമുറ, അടുത്ത തലമുറ എത്രത്തോളം നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തിൽ വളരുന്നു, സനാതന ധർമ്മം മനസ്സിലാക്കുന്നു, നമ്മുടെ ഈശ്വരീയതയെ പറ്റി മനസ്സിലാക്കുന്നു, നമ്മുടെ പുരാണങ്ങളെ പറ്റി മനസ്സിലാക്കുന്നു? ഇത്ര പേരുണ്ട്. ഒരു 5% ഉണ്ടോ? നമുക്ക് ലജ്ജയില്ലേ? എന്തുകൊണ്ട് നമ്മൾ മറ്റു മതങ്ങളിലേക്ക് നോക്കുന്നില്ല? അവരവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നു. ഞാൻ ചോദിക്കട്ടെ, യഥാർത്ഥ ഇസ്ലാമുകളായവരെ ഞാൻ അവരെ പ്രകീർത്തിക്കുന്നു. കാര്യം, അവർ കൃത്യമായിട്ട് അവരുടെ നോമ്പെടുത്തിരിക്കും. ആ നോമ്പ് കാലത്ത് ചിലപ്പോൾ അവർ തിങ്ങിപ്പാർന്ന് സ്ഥലത്ത് പോയാൽ നമുക്ക് പച്ചവെള്ളം കിട്ടത്തില്ല, അത് വേറെ കാര്യം. പക്ഷെ അവരാ നോമ്പെടുത്തിരിക്കും. അതുപോലെ തന്നെ ക്രിസ്ത്യൻ, അവരെ സംബന്ധിച്ചോളം അവർ ക്രിസ്മസിന് മുമ്പ് അവരും കൃത്യമായി നോമ്പ് അനുഷ്ഠിച്ചിരിക്കും. നമുക്കെന്ത് പറ്റി? നമുക്ക് ഈശ്വരീയ ചിന്തയില്ല, നമുക്ക് വ്രതങ്ങളില്ല, നമുക്ക് ഒരു കാര്യത്തെ പറ്റിയും ചിന്തയില്ല. ഈ ഒരവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ നാളെ കാശ്മീരല്ല, നാളെ ഒരു ബംഗ്ലാദേശായി പോലും കേരളം മാറിക്കൊള്ളുകയില്ല. അപ്പോൾ നമ്മൾ ജാഗ്രത പാലിക്കുക തന്നെ വേണം. അടുത്ത തലമുറയിലേക്ക് ഇത് പകർന്നു കൊടുക്കുക തന്നെ വേണം. ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നത്, അടുത്ത തലമുറ, ഇന്ന് കേരളത്തിന്റെ അവസ്ഥ എന്താ? കേരളം തന്നെ ഒരു വൃദ്ധസദനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം, കേരളത്തിലുള്ള ആൾക്കാർ, ചെറുപ്പക്കാരെല്ലാം കേരളം വിട്ട് ഭാരതത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ അല്ലെങ്കിൽ ഭാരതം തന്നെ വിട്ട് പുറത്തേക്കോ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഈ അവസ്ഥ വന്നു ചേർന്നുകൊണ്ടിരുന്നാൽ, പ്രത്യേകിച്ച് അത് ഹിന്ദു സമാജത്തിലാണ് കേട്ടോ കൂടുതലും, അത് നാളെ ഇതൊരു വെറും ഒരു വൃദ്ധസദനമായി കേരളം മാറും. അപ്പോൾ നമ്മുടെ ആചാരങ്ങൾ നമ്മൾ മറക്കുന്നു, നമ്മുടെ അനുഷ്ഠാനങ്ങൾ മറക്കുന്നു, നമ്മുടെ ദിനചര്യകൾ മറക്കുന്നു. എന്തിന്? ഒരു വീട്ടിൽ നമ്മുടെ എല്ലാ ദിവസവും 2 നേരം വിളക്ക് വെച്ച് പ്രാർത്ഥിക്കണമെന്ന് പണ്ടുള്ള ആൾക്കാർ പറഞ്ഞ എന്തിനാ? ആ വിളക്ക് കത്തിച്ച് വെക്കുന്നത് പ്രഭാത സന്ധ്യയിലും പ്രദോഷ സന്ധ്യയിലുമാണ്. മറ്റു ദുഷ്ടശക്തികൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടി, നെഗറ്റീവ് എനർജി അത് കടന്നു വരാതിരിക്കാൻ വേണ്ടിയാണ് ആ സമയത്ത് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. ഇന്ന് എത്ര വീടുകളിൽ രാവിലെയും വൈകുന്നേരവും വിളക്ക് കത്തിക്കുന്നുണ്ട്? പോട്ടെ, രാവിലത്തെ പിന്നെയും പോട്ടെ, വൈകുന്നേരമെങ്കിലും ഒരു നേരമെങ്കിലും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന എത്ര വീടുകളുണ്ട്? ഒരു കുടുംബത്തിൽ എത്ര പേര് ഒന്നിച്ചിരുന്ന് നാമം ചെയ്യിക്കുന്ന എത്ര വീടുകളുണ്ട്? എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ദേഹം ശുദ്ധിയാക്കി ഒരു ഭസ്മക്കുറി ഇട്ട് വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ടാകും. അവിടെ പോയിരുന്ന് 10 രാമനാമമെങ്കിലും ജപിച്ചില്ലെങ്കിൽ അത്താഴത്തിന് ഭക്ഷണം ഉണ്ടാവില്ല. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ വളർന്നു വന്നവരാണ് നമ്മൾ. പക്ഷെ നമ്മുടെ അടുത്ത തലമുറയിലേക്ക് വന്നപ്പോൾ ഇന്ന് എത്ര വീടുകളിൽ നാമജപം നടക്കുന്നു? പോട്ടെ, എത്ര വീടുകളിൽ കുടുംബങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു? എത്ര വീടുകളിലുണ്ട്? ഇന്ന് ഓരോ മുറിയിലിരുന്ന് അവരവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അവരവർ ഓർഡർ ചെയ്യുന്നു, ഓൺലൈൻ ഓർഡർ ചെയ്യുന്നു. ഇന്ന് ഈ ഓൺലൈനിലുള്ള ഭക്ഷണവും ഈ പറഞ്ഞ ഫാസ്റ്റ് ഫുഡുമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ക്യാൻസർ ബാധിതരുള്ളതെന്ന് ഭാരതത്തിലാണ്. അതിൽ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ ബാധിതത ഉള്ളത് നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിലാണ്. നമ്മുടെ ഭക്ഷണ രീതി തന്നെയാണ് നമ്മളെ ഇതിലേക്കെല്ലാം കൊണ്ടുപോകുന്നത്. അത് മനസ്സിലാക്കുന്നില്ല. നമുക്ക് നമ്മുടേതായ ഒരു ഭക്ഷണ രീതിയുണ്ട്, നമുക്കൊരു ഭക്ഷണ ക്രമമുണ്ട്. ആ ക്രമമെല്ലാം മറന്ന് നമുക്ക് തോന്നിയതുപോലെ ഭക്ഷണം കഴിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നു. കുടുംബങ്ങൾ ഒന്നിച്ച്, പണ്ട് എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് അവിടുത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്, മക്കളുടെ കാര്യവും അവരുടെ ഓരോ കാര്യങ്ങൾ. അങ്ങനൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇപ്പം തമ്മിൽ പോലും കാണാത്ത അവസ്ഥയായി. അതിൻ്റെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഞാനത് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും.